വീട്ടിലേക്ക് ആരും കാണാതെ ഇരിക്കുമ്പോ ആ സൗണ്ടൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, നാക്ക് നീട്ടിട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കാം. ഓടിച്ചുകൊണ്ടിരിക്കാം. അത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പല വിഷയങ്ങൾക്കും ബോഡിക്ക് ഫീലിംഗ് മാറും. നാവ് അതൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ള. ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ടിപ്പാണ്. ഹാർട്ട് സംബന്ധമായവർക്ക് ഞാനൊരു മുദ്ര തന്നിട്ടുണ്ട്. ആ മുദ്രയിൽ കുറച്ച് ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രോക്കുകാർക്കും ഹാർട്ട് അറ്റാക്കുകാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നാക്ക് നന്നായിട്ട് വെളിയിലേക്ക് നീട്ടുക, എന്നിട്ട് ശ്വാസം വലിക്കുക, വിടുക. നാക്ക് പരമാവധി ഇങ്ങനെ ഇട്ടിയാ പോരാ, അത് പോരാ. നാക്ക് എന്ത് ചെയ്യണം? ഫുള്ള് വെളിയിലേക്ക് ഇടണം. നാക്കൊന്ന് വെളിയിലേക്ക് ഇട്ടേ എല്ലാവരും. നാക്ക് നന്നായിട്ട് പുറത്തേക്ക് ഇടുക. ബാക്കിലേക്ക് കാണണ്ട, നിങ്ങളുടെ നാക്ക് പുറത്തേക്ക് ഇട്ടാൽ മതി. നന്നായിട്ട് വാ പൊളിക്കുക. വാ പൊളിച്ച് നാക്ക് വെളിയിലേക്ക് ഇടുക. അങ്ങനെ കുറേ നേരം പിടിച്ചു നോക്കിയേ, ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് ശ്വാസം വലിക്കുക, ശ്വാസം വിടുക. ശ്വാസം വായു കൂടി വലിക്കുക, വായു കൂടി തന്നെ വിടുക. ശ്വാസം വലിക്കുക, വിടുക. ശ്വാസം വലിക്കുക, വിടുക. അങ്ങനെ കുറേ നേരം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നാക്കിന് ഒരു കഴപ്പ് വരും. ഫീൽ ചെയ്യണ്ടാവും. നാക്ക് ഫുള്ള് ഇടണം, ഫുള്ള് ഇടണം. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിലേക്ക് ആരും കാണാതെ ഇരിക്കുമ്പോ ആ സൗണ്ടൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, നാക്ക് നീട്ടിട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കാം. ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രീത്ത് ചെയ്യാം. ശ്വാസം വലിക്കുക, വിടുക. ശ്വാസം വലിക്കുക, വിടുക. എന്നിട്ട് ആ നാക്ക് വളച്ച് മുകളിൽ ടച്ച് ചെയ്യാം. നാക്ക് താഴേക്ക് ഇട്ട പോലെ തന്നെ കുറച്ചു നേരം ഇട്ടിട്ട് ശ്വാസം വലിച്ച് വിടുക. എന്നിട്ട് കഴിക്കുമ്പോൾ ആ നാക്ക് വളച്ചിട്ട് മേലെണ്ണാക്കിൽ ടച്ച് ചെയ്യണം. നാക്കിന്റെ തുമ്പ് മേലെണ്ണാക്കിൽ ടച്ച് ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. നല്ലതാണ്. സ്ട്രോക്ക് പേഷ്യൻസിന് നാവ് നീളൂല. സ്ട്രോക്ക് വരാൻ സാധ്യത ഉള്ളവർക്കും നാവ് നീളൂല. നിങ്ങൾ കണ്ണാടി പോയിട്ട് നാക്ക് നീട്ടി നോക്കുക. നാക്ക് നീട്ടി നോക്കുമ്പോൾ നാക്ക് നീളമില്ലെങ്കിൽ പേടിച്ചോ, സ്ട്രോക്ക് വരാറായിട്ടുണ്ട് എന്ന്. സ്ട്രോക്ക് പേഷ്യൻസിനെ ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല നാക്ക് നീളമുള്ള വരാറായിട്ടുണ്ടോ? ഓക്കെ, ഇതില് നാക്ക് നീട്ടിയിടുമ്പോൾ ശ്വാസം വലിച്ചു വിടുക. നാക്ക് ബാക്കിലേക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസം മെല്ലെ വലിച്ചു വിടുക. മറ്റേത് വായിലൂടെ, ഇത് മൂക്കിലൂടെ. അത് നാവിന് കഴപ്പ് വരുമ്പോൾ എന്താക്കിയേക്കണം? നിർത്തിയേക്കണം. നാവ് സത്യത്തിൽ അക്യുപഞ്ചറിന്റെ ഭാഷയിൽ വരുമ്പോൾ നാവ്, ഒരു വിരല്, കയ്യ്, ഇതെല്ലാം ബോഡിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ക്ലിയർ എന്ന് പറഞ്ഞാല് ഒരു കൈപ്പത്തി. ഈ കൈപ്പത്തിയിൽ എന്തുണ്ട്? തല, കഴുത്ത്, രണ്ട് കാല്, രണ്ട് കയ്യ്, ശരീരം എല്ലാം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഒരു കൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ ഭാഗം അത് തലയും, ഇത് കഴുത്തും, ദെൻ ഇത് ഇവിടെ വരുമ്പോ മിഡിൽ ഡയഫ്രം, ഇത് വരുമ്പോ ലോവർ ഡയഫ്രം, അങ്ങനെ വരും. അതേപോലെ തന്നെ നാവ് നീട്ടിയാല് ആ നാവില് ഫ്രണ്ടില് തല, നട്ടല്, നടുക്ക് നട്ടല് എന്ന് പറഞ്ഞിട്ട് നാവിലും അക്യുപഞ്ചർ ഓരോ സംഭവം കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നാവ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ള. ഈ എക്സസൈസിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന കുറെ രോഗങ്ങളുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മതിയാവും. ഇതിപ്പോ നമ്മളിപ്പോ പൊതുവിൽ എക്സസൈസിൽ കാണാത്ത കുറെ ടെക്നിക്കുകളായിരിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യാം. കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന, ഇവിടുത്തെ ചികിത്സ ചെയ്യുന്നവരും അല്ലാത്തവർക്കും ഒക്കെ എന്ത് ചെയ്യാം? ഇത് വെറുതെ ചെയ്യാലോ. നാവല്ലേ. സ്ട്രോക്കുകാർക്കും ഹാർട്ട് അറ്റാക്കുകാർക്കൊക്കെ ഇത് ഭയങ്കര ഗുണം ചെയ്യും. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാതിരിക്കാൻ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നാവ് എന്ത് ചെയ്യുക? സൈഡിൽ കൊണ്ടുവന്നിട്ട് തള്ളി കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഓടിച്ചുകൊണ്ടിരിക്കുക. അത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പല വിഷയങ്ങൾക്കും ബോഡിക്ക് ഫീലിംഗ് മാറും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും റൊട്ടേഷൻ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. ക്ലിയർ? ഇത് നമുക്ക് ഇപ്പൊ തന്നെ നാവിന് എന്തോ ഫീൽ കിട്ടും. ഒരു കുറച്ച് ചെയ്താൽ മതി, അധികം ഒന്നും ചെയ്യരുത്. കുറേശ്ശെ ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് എടുക്കുക. നാവ് ചെയ്യുമ്പോൾ ശരീരത്തിന് മൊത്തം കിട്ടും. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക്, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, സ്ട്രോക്കുകാർക്ക്, ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക്, ബാക്ക് പെയിൻകാർക്കൊക്കെ ഈ എക്സസൈസ് ഭയങ്കര എഫക്ട് ചെയ്യും. ഓക്കെ, ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വെറുതെ ചെയ്തു നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇങ്ങനെയുള്ള ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ കഴിയുക. കാരണം ഇതൊരു ചികിത്സയല്ല, പക്ഷെ ഈ ചികിത്സയിൽ ഇങ്ങനെയും രോഗങ്ങൾ മാറുമെന്നറിയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിട്ട് മരുന്ന് കൊണ്ട് മാത്രമേ മാറൂ എന്ന് വിശ്വസിക്കുന്ന ചില വിഭാഗത്തിന് ഇത് എഫക്ട് ചെയ്യും. ഓക്കെ.